മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, സൗഹൃദമായാലും പ്രണയമായാലും മറ്റേത് ബന്ധങ്ങളായാലും എത്ര വർഷങ്ങൾ കൊണ്ട് ഉണ്ടെന്ന് പറഞ്ഞാലും ആത്മാർത്ഥത എന്നൊന്നില്ലെങ്കിൽ അവർ നിങ്ങളെ വിട്ടുപോകാൻ ഒരു നിമിഷം മാത്രം മതി. നിങ്ങൾ ആത്മാർത്ഥമായി ഒരാളെ സ്നേഹിക്കുമ്പോൾ ഉള്ളിൽ ഒരു പ്രതീക്ഷയുണ്ടാകും. അവർ തിരിച്ചും അതുപോലെ നിങ്ങളെ സ്നേഹിക്കുമെന്ന്. സത്യത്തിൽ അത് ഭാഗ്യമുള്ളവർക്ക് മാത്രം കിട്ടുന്ന ഒന്നാണ്. വാക്കുകൾക്ക് എത്രത്തോളം ശക്തിയുണ്ടെന്ന് മനസ്സിലാകുന്നത് നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചവരിൽ നിന്നും കേൾക്കേണ്ടി വരുന്ന ചില വാക്കുകളിൽ നിന്നാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്തവരിൽ നിന്ന് ആകുമ്പോൾ ചിലപ്പോൾ സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഭക്തരെ, മനസ്സ് തുറന്ന് സംസാരിക്കുന്നവരുടെ ഉള്ളിൽ കള്ളമുണ്ടാവില്ല. അതുപോലെ അവർക്ക് ആരുടെ മുന്നിലും ഒരു വിലയുണ്ടാകില്ല. അങ്ങനെ ആത്മാർത്ഥത കൂടിപ്പോയവരാണ് ജീവിതത്തിൽ എന്നും ഒറ്റപ്പെട്ടു പോയിട്ടുള്ളത്. ക്ഷമിച്ചു ജീവിക്കുന്നവരെ കാണുമ്പോൾ അവർ ഭീരുക്കളാണെന്ന് കരുതിപ്പോകരുത്. ക്ഷമ എന്നത് ജീവിതത്തിലെ ഏറ്റവും നല്ല ശീലങ്ങളിൽ ഒന്നാണ്. ഏത് ഹൃദയത്തിനാണോ ആ മഹത്തായ കഴിവുള്ളത്, ആ ഹൃദയത്തിനുടമ ഒരിക്കലും പരാജയപ്പെടില്ല. മനുഷ്യൻ അവനവനായിരിക്കുമ്പോൾ മറ്റുള്ളവരാൽ വെറുക്കപ്പെടുകയും മുഖംമൂടി അണിയുമ്പോൾ സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്നു. ഭക്തരെ, മനുഷ്യർ പലപ്പോഴും മറ്റുള്ളവർക്കായി സമയം നീക്കിവെച്ച് സ്വന്തം കാര്യങ്ങൾ മറന്നു പോകുന്നവരാണ്. ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം ജീവിച്ചു കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളെ ആരും മനസ്സിലാക്കിയില്ല, വേണ്ടത്ര സ്നേഹം ലഭിച്ചില്ല എന്ന് തോന്നാതിരിക്കാൻ അവനവന് വേണ്ടി കൂടി ജീവിക്കുക. നിങ്ങളുടെ സന്തോഷം നിങ്ങൾ തന്നെ കണ്ടെത്തുക. ഭക്തരെ, പ്രശ്നങ്ങൾ വരുമ്പോൾ പുഞ്ചിരിക്കണം. തളർത്താൻ ശ്രമിക്കുമ്പോൾ തളരാതെ നിൽക്കണം. കുറ്റം പറയുന്നവരുടെ മുന്നിൽ വിജയിച്ചു കാണിക്കണം. പരിഹസിച്ചവരുടെ മുന്നിൽ പതറാതെ ജീവിക്കണം. ആത്മവിശ്വാസം വിജയത്തെ കൊണ്ടുവരണമെന്നില്ല, മറിച്ച് ഏതു വെല്ലുവിളികളെയും നേരിടാനുള്ള ശക്തി നൽകും. ഒരിക്കലും ഒരാളെയും പൂർണ്ണമായി മനസ്സിലാക്കിയെന്ന് വിചാരിക്കരുത്. എത്രയൊക്കെ പ്രിയപ്പെട്ടവരാണെങ്കിലും അവസ്ഥയോ സാഹചര്യമോ മാറുമ്പോൾ അവരുടെ മറ്റൊരു മുഖം കൂടി നിങ്ങൾ കാണേണ്ടി വരും. ഭക്തരെ, പരിഗണിക്കപ്പെടുന്നുണ്ട് എന്ന തോന്നലാണ് ഏതൊരു ബന്ധത്തെയും മനോഹരമാക്കുന്നത്. അപവാദങ്ങളെ ഒരിക്കലും ഭയക്കരുത്. നിങ്ങളെ അതുകൊണ്ടൊന്നും തകർക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാകുമ്പോൾ ഇറങ്ങിത്തിരിച്ചവർ നിശബ്ദരാകും. ഭക്തരെ, നിങ്ങൾ ആരിൽ നിന്നും അധികമൊന്നും ആഗ്രഹിക്കാതിരിക്കുക എന്നതാണ് നിങ്ങൾക്കും നിങ്ങളുടെ മനസ്സിനും നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം. കാരണം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരിക്കലും മറ്റുള്ളവർ നിങ്ങളോട് പെരുമാറണം എന്നില്ല. ഭക്തരെ, നിങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് നിങ്ങളെക്കുറിച്ച് മോശമായി പറയുന്നവരെ ശ്രദ്ധിക്കേണ്ടതില്ല. അവരെ വിട്ടേക്കുക. കാരണം അവർ നിങ്ങളെക്കാൾ എല്ലാ കാര്യത്തിലും രണ്ടടി പിറകിലാണ്. അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളെക്കുറിച്ച് പിന്നിൽ നിന്ന് കുറ്റം പറയേണ്ടി വരുന്നത്. ഞാനെന്ന ഭാവം ഉപേക്ഷിക്കുക. അഹംഭാവത്തെ മറികടക്കുക. സ്നേഹത്തിന് വില കൽപ്പിക്കുക. പുഞ്ചിരി കൊണ്ട് അകലം കുറിക്കുക. അപവാദങ്ങളെ അവഗണിക്കുക. നിങ്ങളെ ആവശ്യമില്ലാത്തവർക്കു വേണ്ടി ഒരിക്കലും ഒരു സമയത്തിനപ്പുറം കരയുകയോ കാത്തിരിക്കുകയോ ചെയ്യരുത്. വിഷമങ്ങൾ നേരിടുമ്പോൾ ക്ഷമയാണ് ധീരത. നിരാശയുടെ ഇരുൾമുറിയിൽ തളർന്നിരിക്കാതെ പ്രതീക്ഷയുടെ വെളിച്ചത്തിലേക്ക് മനസ്സിനെ നയിക്കുക. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.